Hello everyone, my name is Saintslid and you're welcome to Way to Study Table. Today, we're going to discuss all the one words, match the following, fill in the blanks and extra question answers of second chapter from Trade to Power. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക് എന്ന പാഠഭാഗം നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് അല്ലെ. ഈ ഒരു ചാപ്റ്ററിലെ വൺ വേർഡ്സും മാത്സ് ദ ഫോളോയിങ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് എക്സ്ട്രാ വർക്കുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ചാപ്റ്ററിന്റെ നമ്മൾ എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് നമ്മൾ കണ്ടിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിന്റെ ക്വസ്റ്റൻ ആൻസേഴ്സ്, ലേറ്റസ്റ്റ് ആൻസേഴ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. സോ ഈ ഒരു ക്ലാസ്സും കൂടി ആകുമ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, സോ അടുത്ത തേർഡ് ചാപ്റ്ററിന്റെ ക്വസ്റ്റൻ ആൻസർ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എക്സ്പ്ലനേഷൻ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ്, സോഷ്യൽ, ബേസിക് എല്ലാം തന്നെ നമ്മുടെ ഈ ഒരു ചാനലിലുണ്ട്. അതിനോടൊപ്പം തന്നെ കൈറ്റ് വിക്ടേഴ്സിലെ ഡെയിലി വർക്ക്സ് നമ്മുടെ സെക്കൻഡ് ചാനലായ കേരള സിലബസ് ടോക്സിൽ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സീ ദ വൺ വേർഡ്സ്. വെൻ ഡിഡ് ദ ടർക്സ് കൺക്വർ കോൺസ്റ്റന്റിനോപ്പിൾ? എപ്പോഴായിരുന്നു തുർക്കികൾ കോൺസ്റ്റന്റിനോപ്പിൾ കീഴടക്കിയത്? യെസ്, 1453 അല്ലെ, 1453 ഹു വാസ് ദ റൂളർ ഓഫ് കാലിക്കറ്റ്? കോഴിക്കോട്. കാലിക്കറ്റിലെ കോഴിക്കോടിലെ അന്നത്തെ റൂളർ ആരായിരുന്നു? ഭരണാധികാരി ആരായിരുന്നു? സമോറിൻ ആയിരുന്നു. വിച്ച് വാസ് ദ ടു മേജർ ട്രേഡ് സെന്റേഴ്സ് ഓഫ് ദ പോർച്ചുഗീസ്? പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങൾ എവിടെയൊക്കെയായിരുന്നു? ഗോവ, ദമൻ ആൻഡ് ദിയു. ഹു കൺസ്ട്രക്റ്റഡ് സെന്റ് ആഞ്ചലോ ഫോർട്ട് അറ്റ് കണ്ണൂർ ആൻഡ് കോട്ടപ്പുറം? കോട്ടപ്പുറത്തും കണ്ണൂരുമുള്ള കോട്ടകൾ ആരായിരുന്നു നിർമ്മിച്ചത്? അൽമേഡയും അൽബുക്കർക്കും. സെന്റ് ആഞ്ചലോ ഫോർട്ട് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് ഡിസ്ട്രിക്ട്? സെന്റ് ആഞ്ചലോ ഫോർട്ട് അന്ന് നിർമ്മിച്ച ആ ഒരു കോട്ട ഏത് ജില്ലയിലുള്ളത്? തൃശൂർ ജില്ലയിലാണ്. പോർച്ചുഗീസ് വെർ ഓൾസോ നോൺ ബൈ വിച്ച് നെയിം? പോർച്ചുഗീസുകാരെ മറ്റൊരു പേരിലും അറിയപ്പെടുമായിരുന്നു അല്ലെ. എന്തായിരുന്നു പേര്? പറങ്കീസ്. വാട്ട് ആർ ദ അഗ്രികൾച്ചറൽ ക്രോപ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ പോർച്ചുഗീസ്? പോർച്ചുഗീസുകാർ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ കാർഷിക ക്രോപ്സ്, വിത്തുകൾ ഏതൊക്കെയായിരുന്നു? യെസ്, പൈനാപ്പിൾ, ഗോവ, പപ്പായ ആൻഡ് കാഷ്യൂ. അതായത് കൈതച്ചക്ക അല്ലെങ്കിൽ പേര, പപ്പായ, ഇതൊക്കെ ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ കേരളത്തില്? പോർച്ചുഗീസ് ആയിരുന്നു. ഹു ഈസ് ദ അഡ്മിറൽ ഓഫ് സമോറിൻസ് നേവൽ ഫോഴ്സ്? അതായത് സമോറിന്റെ നേവൽ ഫോഴ്സിന്റെ ചീഫ് അവരെ എന്തായിരുന്നു പറയുന്നത്? അവരെ കുഞ്ഞാലി മരിക്കാന്മാരെന്നായിരുന്നു പറയുന്നത് അല്ലെ. നെക്സ്റ്റ് നോക്കി, വിച്ച് വർ ദ ടു ചീഫ് ട്രേഡ് സെന്റേഴ്സ് ഓഫ് ദ ഡച്ച്? ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട രണ്ട് കച്ചവട കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? യെസ്, കൊച്ചി ആൻഡ് കൊല്ലം. ഹു ഇനിഷ്യേറ്റഡ് ദി കോമ്പൈലേഷൻ ഹോർട്ടസ് മലബാരിക്കസ്? ഇത് ആരായിരുന്നു തുടങ്ങിയത്? ഹോർട്ടസ് മലബാരിക്കസ് ആരുടെ ആയിരുന്നു? വാൻ റീഡ്, ഡച്ച് ഗവർണർ ആയിരുന്നു. ഇങ്ങനെ ഒരു ബുക്ക് അല്ലേ. നിങ്ങൾക്കറിയാലോ എന്താണ് ഹോർട്ടസ് മലബാരിക്കസ് എന്ന്? അതിന്റെ ടോപ്പിക്, അതിന്റെ പ്രധാനപ്പെട്ട സബ്ജക്ട് എന്തിനെ കുറിച്ചായിരുന്നു ആ ബുക്കിൽ എഴുതിയിരുന്നത്? ദ മെഡിസിനൽ പ്ലാന്റ്സ് ഓഫ് കേരള, കേരളത്തിലുള്ള വൈദ്യ സസ്യങ്ങളെ കുറിച്ച് അല്ലെ, മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ചായിരുന്നു അതിനെക്കുറിച്ച് എഴുതിയിരുന്നത്. വാൻ റീഡ് കംപ്ലീറ്റഡ് ദ ബുക്ക് ഹോർട്ടസ് മലബാരിക്കസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹൂം? വാൻ റീഡ് ആ ബുക്ക് കംപ്ലീറ്റ് ചെയ്ത്, ഹോർട്ടസ് മലബാരിക്കസ് കംപ്ലീറ്റ് ചെയ്ത് ആരുടെ സഹായത്തോടെ ആയിരുന്നു? യെസ്, അച്യുതൻ വൈദ്യന്റെ സഹായത്തോടെ ആയിരുന്നു. ഹു ഇസ് ദ കിങ് ഓഫ് ട്രാവൻകൂർ? ആരായിരുന്നു ട്രാവൻകൂറിലെ രാജാവ്? മാർത്താണ്ഡവർമ്മയായിരുന്നു അല്ലെ. വെൻ ഡിഡ് ദ ഡച്ച് വർ ഡിഫീറ്റഡ് ഇൻ ദ ബാറ്റിൽ ഓഫ് കൊളച്ചിൽ? കൊളച്ചിൽ യുദ്ധത്തില് ഡച്ചുകാരെ എപ്പോഴായിരുന്നു ഡിഫീറ്റ് ചെയ്ത്? അവരെ എപ്പോഴായിരുന്നു തോൽപ്പിച്ചത്? 1741 അവർക്ക് പരാജയം സംഭവിച്ചത് അല്ലെ. വാട്ട് വാസ് ദ അതർ നെയിം ഓഫ് ഡച്ച്? ഡച്ചുകാരുടെ മറ്റൊരു പേര്, ഡച്ചുകാർ നമ്മൾ എങ്ങനെ പറയുമായിരുന്നു? ലന്തക്കായിരുന്നു അല്ലെ, ലന്തൻസ്. നെക്സ്റ്റ്, വെൻ ഡിഡ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഫോംഡ്? എപ്പോഴായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത്? 1600 വിച്ച് വാസ് ദ ഫസ്റ്റ് ട്രേഡ് സെന്റർ ഓഫ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ? നമ്മുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ ഇന്ത്യയിലുള്ള ആദ്യത്തെ അവരുടെ കേന്ദ്രം, കച്ചവട കേന്ദ്രം ഏതായിരുന്നു? ഗുജറാത്തിലെ സൂരജിലായിരുന്നു. Which were the chief trade centers of English East India Company? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ പ്രധാനപ്പെട്ട അവരുടെ കച്ചവട കേന്ദ്രങ്ങൾ എവിടെയൊക്കെ ഉണ്ടായിരുന്നു? അവർക്ക് ബോംബെയിൽ ഉണ്ടായിരുന്നു, അതായത് മുംബൈയിലും, കാൽക്കട്ട, കൊൽക്കത്തയിലും, മദ്രാസ് അല്ലെങ്കിൽ ചെന്നൈ എന്ന് പറയും അല്ലെ. സോ 3 സ്ഥലങ്ങളിലായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത്. When did the French East India Company establish? ഏത് കാലത്തായിരുന്നു ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത്? 1664, 1664 അല്ലെ. Which were the chief trade centers of the French East India Company in India? ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രധാനപ്പെട്ട ട്രേഡ് സെന്റേഴ്സ് എവിടെയൊക്കെയായിരുന്നു? യെസ്, പോണ്ടിച്ചേരി, മാഹി ആൻഡ് കാരക്കൽ. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാപ്റ്ററിൽ കണ്ട കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ വിട്ടുപോകാതിരിക്കും, ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യുന്നതേ ഉള്ളൂ. Next one, the series of conflicts between the French and the English in South India was known as? അതായത്
ആ ഒരു യുദ്ധ പരമ്പര ഉണ്ടായിരുന്നല്ലോ ഫ്രഞ്ചുകാരുടെ ഇംഗ്ലീഷിന് ഇടയ്ക്ക് ദക്ഷിണേന്ത്യയിൽ സൗത്ത് ഇന്ത്യയിൽ നടന്ന ആ ഒരു യുദ്ധ സീരീസിനെ ആ ഒരു പരമ്പര എന്താന്ന് പറഞ്ഞിരുന്നത് കർണാട്ടിക് വാർസ് എന്ന പേരിലാണ് അറിയപ്പെട്ടത് അല്ലേ. ഹു വാസ് ഡിഫീറ്റഡ് ഇൻ ദ കർണാട്ടിക് വാർസ്? ആരായിരുന്നു അവിടെ പരാജയപ്പെട്ടു പോയത്? ഫ്രഞ്ചുകാരായിരുന്നു അല്ലേ. When did the British defeated സിറാജുദ്ദൗള? സിറാജുദ്ദൗളയെ ബ്രിട്ടീഷുകാർ എപ്പോഴായിരുന്നു കീഴടക്കിയത്? യെസ്, പ്ലാസി യുദ്ധത്തിലായിരുന്നു അല്ലെ. ദ ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ 1757. നെക്സ്റ്റ്, when did the company captured power in Bengal? എപ്പോഴായിരുന്നു ബംഗാളിന്റെ മേൽ അവരവരുടെ ആധിപത്യം സ്ഥാപിച്ചത് കമ്പനി? യെസ്, ബുക്സാർ യുദ്ധത്തിലായിരുന്നു അല്ലെ, 1764. Who was the former നവാബ് ഓഫ് ബംഗാൾ? ബംഗാളിലെ മുൻ നവാബ് ആരായിരുന്നു? മിർ കാസിം ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹു ഇൻട്രൊഡ്യൂസ് സബ്സിഡറി അലയൻസ്? ആരായിരുന്നു സബ്സിഡറി അലയൻസ് കൊണ്ടുവന്നത്? ലോർഡ് വെലസ്ലി ആയിരുന്നു അല്ലെ. ഹു എക്സിക്യൂട്ട് ദ ഡോക്ട്രിൻ ഓഫ് ലാബ്സ്? ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന ഒരു ഉടമ്പടി കൊണ്ടുവന്ന ആരായിരുന്നു? ലോർഡ് ഡെൽഹൌസി ആയിരുന്നു. Which princely states entered into subsidiary alliance? ഏതൊക്കെ നാട്ടുരാജ്യങ്ങളായിരുന്നു സബ്സിഡറി അലയൻസിലൂടെ ആ ഒരു ഉടമ്പടിയുടെ അവര് ചേർത്തത്? ഹൈദരാബാദ്, തഞ്ചാവൂറും ഇൻഡോറും ആയിരുന്നു. സബ്സിഡറി അലയൻസ് വാസ് എ പാർട്ട് ഓഫ് വിച്ച് ബ്രിട്ടീഷ് സ്ട്രാറ്റജി? ബ്രിട്ടീഷുകാരുടെ ഏത് സ്ട്രാറ്റജിയായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു? ഏത് സ്ട്രാറ്റജിയുടെ ഭാഗമായിരുന്നു സബ്സിഡറി അലയൻസ്? ഡിവൈഡ് ആൻഡ് റൂളിന്റെ ഭാഗമായിരുന്നു അല്ലെ. ത്രൂ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് the British conquered which all places? ഡോക്ട്രിൻ ഓഫ് ലാബ്സിലൂടെ ബ്രിട്ടീഷ് ഏതൊക്കെ സ്ഥലങ്ങളാണ് കീഴടക്കിയത്? സതാര, ഝാൻസി, നാഗ്പൂർ ആൻഡ് സംബൽപൂർ. നെക്സ്റ്റ് നോക്കിയേ, മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് നോക്കി, എയും ബിയും 2 കോളം. അത് നമ്മൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഹോർട്ടസ് മലബാരിക്കസ്, അത് ബിയിൽ ആരുമായിട്ടാണ് ബന്ധപ്പെട്ടത്? ഹോർട്ടസ് മലബാരിക്കസ് എന്താണ്? ദ ബുക്ക് ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ് ആണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അത് ബിയിൽ ആരുമായിട്ടാണ് ചേർച്ചയുള്ളത്? AD 1600 ഫോം ചെയ്തത് അല്ലെ. ഫ്രഞ്ചുകാരുടെ യെസ്, അവരുടെ പ്രധാനപ്പെട്ട അവരുടെ ക്യാപിറ്റൽ എവിടെയായിരുന്നു? അതായത് കച്ചവട കേന്ദ്രം എവിടെയായിരുന്നു? പോണ്ടിച്ചേരി ആയിരുന്നു അല്ലെ. കൊളച്ചിൽ യുദ്ധം, അത് ആരുടെ കീഴിലായിരുന്നു? മാർത്താണ്ഡവർമ്മയുടെ. ഓക്കെ. കർണാട്ടിക് വാർസോ, ആരൊക്കെ തമ്മിലുള്ള യുദ്ധമായിരുന്നു കർണാട്ടിക് വാർസ്? ഇംഗ്ലീഷും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധമായിരുന്നു അല്ലെ. ലണ്ടൻസ് എന്നറിയപ്പെടുന്ന ആരായിരുന്നു? ലന്തക്കാർ എന്നറിയപ്പെട്ടത് ഡച്ചുകാരാണ് അല്ലെ, ഡച്ച് ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ. ഫൈൻഡ് ഔട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ കോളംസ് A and B and fill in column B. അതായത് ഞാനിവിടെ റെഡ് ലൈൻ അവിടെ നമുക്ക് ഞാനിവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് എന്തെന്ന് അറിയാമോ? നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നിരിക്കും. അതായത് ഒരെണ്ണം ഫില്ല് ചെയ്യും, പിന്നെ അവർ അടുത്ത ബ്ലാങ്ക് ഇടും, അല്ലെങ്കിൽ എവിടെയെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളത് ഒരു ബ്ലാങ്ക് ഇടും. എന്നിട്ട് നമ്മളോട് പറയും ആ ബന്ധം നോക്കി ആ ബ്ലാങ്ക് പൂരിപ്പിക്കാൻ പറയും. സോ നമുക്കത് എങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും? നോക്കിയേ, ബാറ്റിൽ ഓഫ് പ്ലാസിയും ബക്സറും ഒക്കെ നടന്ന എവിടെയായിരുന്നു? ബംഗാളിലായിരുന്നു. ഓക്കെ, ഇനി ആംഗ്ലോ മൈസൂർ വാർ നമ്മളോട് ചോദിക്കും, നമ്മൾ എന്താ എഴുതും? ആ ഡാഷിൽ എന്താ ഫില്ല് ചെയ്യേണ്ടത്? മലബാറും കൂർഗും. സബ്സിഡറി അലയൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ വഴിയാണ് ഈ സബ്സിഡറി അലയൻസ് വഴിയായിരുന്നു ആ സ്ഥലങ്ങളെല്ലാം അവർ കീഴടക്കിയത്. ഓക്കെ, ഡോക്ട്രിൻ ഓഫ് ലാബ്സ് വഴി അവർ ഏതൊക്കെ സ്ഥലങ്ങളായിരുന്നു കീഴടക്കിയത്? ഝാൻസി, സത്താര, നാഗ്പൂർ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് അല്ലേ. നെക്സ്റ്റ് നോക്കിയേ, ലിങ്ക് കോളം A വിത്ത് അപ്രോപ്രിയേറ്റ് ഫ്രം B ആൻഡ് C. അതായത് എയിലുള്ള കോളത്തില് നമ്മൾ അത് അതുപോലെ എഴുതണം. കോളം A എന്ത് ചെയ്യണം? നിങ്ങൾ അതേപോലെ എഴുതി വെക്കണം ആൻസറിൽ. ബിയും സിയും നോക്കണം. എയുമായിട്ട് ഏതൊക്കെയാണ് ബിയില് ജോഡി വരുന്നത് അത് അതിന് മുന്നിൽ എഴുതണം. ഇനി ഈ എയുമായിട്ട് ബന്ധപ്പെട്ട സിയിൽ എന്തുണ്ട് അത് നിങ്ങൾ C കോളമിൽ നോക്കിയിട്ട് അത് വേണം അതിന്റെ കൂട്ടത്തിൽ എഴുതാൻ. സോ സിറാജുദ്ദൗള, അത് ബിയിൽ ആരുമായിട്ട് ബന്ധം? കാസിം ബസാർ ആയിരുന്നു അല്ലെ. അതിനുശേഷം എന്തുണ്ട്? ജൂൺ 1756 ആയിരുന്നു. ഓക്കെ, ബാറ്റിൽ ഓഫ് പ്ലാസി, അതുപോലെ ബാറ്റിൽ ഓഫ് പ്ലാസി എന്തായിരുന്നു? അത് 1757 ജൂൺ 23 ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട ആരായിരുന്നു? മീർ ജഫർ അല്ലെ. ബാറ്റിൽ ഓഫ് ബുക്സാറോ, മേജർ ഹെക്ടർ മുൺറോ. ഏത് വർഷമായിരുന്നു? 22 ഒക്ടോബർ 1764. ലോർഡ് കോൺവലിസ്, അദ്ദേഹം എന്ത് ചെയ്തു? പെർമനന്റ് സെറ്റിൽമെന്റ് ആയിരുന്നു. അത് 1793. പോർച്ചുഗീസോ, യെസ്, അവരുടെ അവരാണ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ചവിട്ട് നാടകം അല്ലെ. പിന്നെ പോർച്ചുഗീസും വേറെ ഇത് C കോളം തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ഗോവയാണ് അല്ലെ, അവരുടെ കച്ചവട കേന്ദ്രമായിരുന്നു. ഓക്കെ, സോ നിങ്ങളിത് മനസ്സിലാക്കി വേണം അത് ഫില്ല് ചെയ്യാൻ കേട്ടോ. ശരി, നിങ്ങൾക്ക് അത് ട്രിക്കി ആയിട്ട് തോന്നും, പക്ഷെ നിങ്ങൾക്ക് ചാപ്റ്റർ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അത് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. ക്ലാസിഫൈ ദ ഫോളോയിങ് യൂറോപ്യൻ സെറ്റിൽമെന്റ് ഇൻടു 3 കാറ്റഗറീസ്: പോർച്ചുഗീസ്, ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച്.
3 കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിക്കണം. ഏതൊക്കെയാ 3 കാറ്റഗറി? പോർച്ചുഗീസും ഇംഗ്ലീഷും ഫ്രഞ്ചുമായിട്ട്. നമുക്ക് ആ ബ്ലാക്ക് കളറിൽ ഞാൻ ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ, ഗോവ തൊട്ട് 10ാമത് പോണ്ടിച്ചേരി വരെ. സോ ഈ ഓരോ സ്ഥലങ്ങളുടെ പേര് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ സ്ഥലങ്ങൾ ഓരോ കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിക്കണം. അതായത് പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ എവിടെയൊക്കെയായിരുന്നു? ഗോവ, ദമൻ, സാന്തോം, ചോൾ ആയിരുന്നു അല്ലെ. ഇംഗ്ലീഷുകാരുടെ ഏതൊക്കെയായിരുന്നു? മുകളിൽ കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നത് നോക്കി ഏതൊക്കെയായിരുന്നു? സൂരത്, ബ്രോച്ച്, ബോംബെ ആയിരുന്നു അല്ലെ. ഫ്രഞ്ചുകാരുടെയോ? മസുലിപട്ടണം, കാരക്കൽ, പോണ്ടിച്ചേരി. മനസ്സിലായി? സോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഏത് തരത്തിലും വേണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. സോ ഞാനതൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാൻ പറ്റും ടെസ്റ്റ് പേപ്പറിലെ എക്സാമിന്, സോ അതിന്റെ നമുക്കൊരു റിമൈൻഡിങ് ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കി എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. നമ്മൾ ഓൾറെഡി ലെറ്റർ സക്സസ് എല്ലാം നമ്മുടെ ഈ ഒരു ചാനൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. സോ നിങ്ങൾ ആരെങ്കിലും നോട്ട് എഴുതിയെടുക്കാനോ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തിട്ട് വേണം ഇത് അറ്റംപ്റ്റ് ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്ക് ഇച്ചിരൂടെ മനസ്സിലാവും. ഓക്കെ, എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ റീസൺ that the Portuguese could not establish many trade centers in India? ഇന്ത്യയിൽ പോർച്ചുഗീസുകാർക്ക് ഒരുപാട് അധികാര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കച്ചവട കേന്ദ്രങ്ങൾ അവർക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. എന്തായിരുന്നു കാരണം? എന്തായിരുന്നു റീസൺ? They did not have enough economic and military resources to compete with other European powers. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തേ അല്ലെ, മറ്റുള്ള യൂറോപ്യൻ ശക്തികളുമായിട്ട് മത്സരിക്കുവാൻ, അവരുടെ കൂടെ കോമ്പീറ്റ് ചെയ്യാനുള്ള ശക്തി ആർക്കില്ലായിരുന്നു? ഈ പോർച്ചുഗീസുകാർക്കില്ലായിരുന്നു അല്ലെ. അവരുടെ സൈനിക ശേഷിയാണെങ്കിലും സാമ്പത്തിക ബലം എല്ലാം വളരെ കുറവായിരുന്നു. പിന്നെയോ, ദേ ഫേസ് റെസിസ്റ്റൻസ് ഫ്രം നേറ്റീവ് ഫോഴ്സസ്. അതായത് അവിടെയുള്ള ലോക്കൽ ആളുകളിൽ നിന്നുള്ള റെസിസ്റ്റൻസ്, അവരിൽ നിന്നുള്ള ചെറുത്തുനിൽപ്പും നേരിടേണ്ടി വന്നു. വാട്ട് ഈസ് ഹോർട്ടിസ് മലബാരിക്കസ്? ഇതൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. എന്താണ് ഹോർട്ടിസ് മലബാരിക്കസ്? നമുക്കറിയാം അല്ലെ, വാൻ റീഡ് ഒരു ഡച്ച് ഗവർണർ, അദ്ദേഹമാണ് ഇത് തുടങ്ങിയത്, ഇതിനെ ഇനിഷ്യേറ്റ് ചെയ്തത് ഹോർട്ടിസ് മലബാരിക്കസിനെ. ആ ഒരു ബുക്ക് എന്തിനെ കുറിച്ചാണ്? ഓൺ ദ മെഡിസിനൽ പ്ലാന്റ്സ് ഓഫ് കേരള. അദ്ദേഹം എങ്ങനെ കംപ്ലീറ്റ് ചെയ്ത? ആരുടെ സഹായത്തോടായിരുന്നു? ഇട്ടി അച്യുതൻ വൈദ്യരുടെ സഹായത്തോടെയാണ് ആ ബുക്ക് കംപ്ലീറ്റ് ചെയ്തത്. സോ അത് നിങ്ങൾ എഴുതി, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. Next one, what is the reason behind the war between the English and the French is known as Carnatic Wars? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധത്തെ എന്തുകൊണ്ടാണ് കർണാട്ടിക് വാർസ് എന്ന പേരിൽ അറിയപ്പെട്ടത്? വൈ? എന്തുകൊണ്ടാണ് നമുക്കറിയാം. കാരണം അവരുടെ യുദ്ധങ്ങൾ നടന്ന എവിടെ വെച്ചായിരുന്നു? തമിഴ്നാടിലെ കർണാട്ടിക് റീജിയനിൽ വെച്ചായിരുന്നു ഈ യുദ്ധങ്ങളെല്ലാം, ആ യുദ്ധ പരമ്പരകൾ നടന്നത്. അതുകൊണ്ടായിരുന്നു അവരുടെ യുദ്ധങ്ങൾ ഏത് പേരിൽ അറിയപ്പെട്ടത്? കർണാട്ടിക് വാർസ് എന്ന് അറിയപ്പെട്ടത് അല്ലെ. The war between the English and the French happened mainly in the Carnatic region, which includes the major regions that present Tamil Nadu. So these battles were known as the Carnatic Wars. മനസ്സിലായല്ലോ? Next, what is the Treaty of Srirangapattanam ഉടമ്പടി? എന്താണ് ശ്രീരംഗപട്ടണം ഉടമ്പടി? British had to fight 4 wars before establishing their power in Mysore. മൈസൂരിൽ അവരുടെ അധികാരം സ്ഥാപിക്കുന്നതിന് അവർക്ക് 4 യുദ്ധം, ബ്രിട്ടീഷുകാർക്ക് 4 യുദ്ധം നേരിടേണ്ടി വന്നു അല്ലെ. The British announced Malabar as per the Srirangapattanam Treaty signed between Tipu and the British by the Third Anglo-Mysore War. മൂന്നാമത്തെ ആംഗ്ലോ മൈസൂർ വാറിൽ ഒരു ഉടമ്പടി എഴുതി അല്ലെ. ആ ഉടമ്പടിയിൽ എന്തായിരുന്നു? ടിപ്പുവും ബ്രിട്ടീഷുകാരും, ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒരു ഉടമ്പടി എഴുതി, ഒരു ട്രീറ്റി എഴുതി. ഓക്കെ, എന്തിനാ? അവർക്ക് മലബാറിൽ അല്ലെങ്കിൽ അവർക്ക് അവിടുത്തെ ആധിപത്യം വേണം എന്നുള്ളൊരു ട്രീറ്റി എഴുതി അല്ലെ. സോ അതിനെയാണ് ശ്രീരംഗപട്ടണം ട്രീറ്റി എന്ന പേരിൽ അറിയപ്പെട്ടത്. വാട്ട് ഈസ് ദ ഡോക്ട്രിൻ ഓഫ് ലാപ്സി പോളിസി? എന്തിനെയാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സി പോളിസി എന്ന് പറയുന്നത്? എന്തായിരുന്നു? ദിസ് പോളിസി ഈസ് ഇൻട്രൊഡ്യൂസ് ബൈ, ഇത് ആരായിരുന്നു ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ലോർഡ് ഡൽഹൌസി ആയിരുന്നു. ഈ ഒരു പോളിസി അനുസരിച്ച് ഈ ഒരു നിയമം എന്താ പറയുന്നത്? ഏതൊരു പ്രിൻസ്ലി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നാട്ടുരാജ്യങ്ങളില് അവിടുത്തെ രാജാക്കന്മാർക്ക് മക്കളില്ലെങ്കിൽ, ഒരു അനന്തരാവകാശി ചൈൽഡ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആൺകുട്ടി ഇല്ലെങ്കിൽ അവരുടെ ആ രാജ്യത്വം നഷ്ടപ്പെടുകയാണ് അല്ലെ. ആ സ്ഥലം പിന്നെ ആരേറ്റെടുക്കുകയാണ്? ആ സ്ഥലം ബ്രിട്ടീഷുകാര് അവരെ അനക്സ് ചെയ്യാണ്, അവര് കീഴടക്കും, അവരുടെ കൈക്കീഴിലാവുകയാണ്. അതായിരുന്നു ആ ഒരു ഉടമ്പടി, ആ ഒരു നിയമം അല്ലെ. നിങ്ങൾക്ക് അറിയാലോ അതൊക്കെ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു ക്ലാസ്, ഫ്രം ട്രേഡ് ടു പവർ. സോ നിങ്ങളുടെ കൈറ്റ് വിക്ടേഴ്സിലെ എല്ലാ ആക്ടിവിറ്റീസും അതാത് ദിവസത്തില് എന്റെ 2ാമത്തെ ചാനലായ കേരള സിലബസ് ടോക്സിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ ഇതുവരെ ആ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ അതിനോടൊപ്പം നമ്മുടെ ഈ ഒരു ചാനലിൽ പ്ലേലിസ്റ്റ് സ്റ്റാൻഡേർഡ് 7 എല്ലാ വിഷയങ്ങളിലും അതാത് സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ മിസ് ചെയ്യാതെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ തന്നെ നിങ്ങൾ കയറി കാണുക, മനസ്സിലാക്കി നോട്ടുകളെല്ലാം എഴുതിയെടുക്കുക. ഓക്കെ, സോ സീ യു നെക്സ്റ്റ് ടൈം. പിന്നെ ഒരു കാര്യം കൂടി, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. ഓക്കെ, 7th സ്റ്റാൻഡേർഡിലെ വ്യൂസ് ആണ് ഏറ്റവും കുറവ്. ഞാൻ പ്രതീക്ഷിച്ചത് 7th സ്റ്റാൻഡേർഡിൽ ഒരുപാട് കുട്ടികൾ ഉണ്ടെന്നായിരുന്നു പ്രതീക്ഷ, പക്ഷെ നേരെ മറിച്ച് ഇപ്പൊ നടക്കുന്നത്.
കഴിഞ്ഞ വർഷം ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു 6th സ്റ്റാൻഡേർഡിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ അല്ലെ സപ്പോർട്ട് ചെയ്യാൻ വ്യൂസ് ഉണ്ടായിരുന്നു, കുട്ടികൾ കാണാൻ ഇഷ്ടം പോലെ പേരുണ്ടായിരുന്നു. പക്ഷെ ഈ വർഷം എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ഞാൻ വിചാരിച്ചത് നേരെ മറിച്ചാണ് നടക്കുന്നത്. 7th സ്റ്റാൻഡേർഡിലെ കുട്ടികളെല്ലാം പോയെന്ന് തോന്നുന്നു നമ്മുടെ ഈ ഒരു ചാനലിൽ നിന്ന്. സോ ഇപ്പൊ കൂടുതലും കാണുന്നത് പുതിയ 6th സ്റ്റാൻഡേർഡിലെ കുട്ടികളാണ്. കഴിഞ്ഞ വർഷം 5ലായിരുന്ന ഇപ്പം 6ലായിരിക്കുന്ന കുട്ടികളാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നത്. സോ മാക്സിമം നിങ്ങൾ നമ്മുടെ 7th സ്റ്റാൻഡേർഡിലെ കുട്ടികൾ മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ, ഒപ്പം തന്നെ ലൈക്കും കമന്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത്. സോ സീ യു നെക്സ്റ്റ് ടൈം. ടിൽ ദെൻ ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ടാറ്റാ.